ഹലോ നമസ്കാരം എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിനേലും കുറച്ച് ചേരുവകളൊക്കെ കൂടുതൽ ചേർത്തിട്ടാണ് അത് തയ്യാറാക്കുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും ഉള്ള ചേരുവകൾ തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വലിയ പാടൊന്നുമില്ല തയ്യാറാക്കാനും, നല്ല എളുപ്പമാണ് തയ്യാറാക്കാനും. അപ്പോൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയ 600 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്. ഒരു മീഡിയം സൈസ് ആയിട്ടാണ് പീസസ് കട്ട് ചെയ്തേക്കുന്നത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടിയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി അധികം ചേർക്കരുത്, 1/2 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ചിക്കനിൽ ഈ പൊടികളെല്ലാം തിരുമ്മി പിടിപ്പിക്കുക. ചിക്കൻ നമ്മൾ നല്ലപോലെ കഴുകിയിട്ട് വെള്ളം വാലാൻ വെച്ചിട്ട് അതിന് ശേഷമാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലതുപോലെ തിരുമ്മി പിടിപ്പിച്ചിട്ട് മാരിനേഷൻ പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. ആ ഒരു സമയം തന്നെ നമ്മളൊരു ബൗളിലേക്ക് 5-6 പിരിയൻ മുളകിൻ്റെ വറ്റൽമുളക് എന്ന് പറഞ്ഞാൽ എരിവില്ലാത്ത വറ്റൽമുളക്, എരിവുള്ളതാണെങ്കിൽ ഒരു 3 ആളിനും എടുത്താൽ മതി. ഞാനിപ്പോൾ എരിവില്ലാത്ത മുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം വാളംപുളിയാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 4-5 അണ്ടിപ്പരിപ്പാണ്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ നല്ലൊരു ടേസ്റ്റ് തരും. അതൊന്ന് കുതിരാൻ മാറ്റി വെക്കുക. ആ ഒരു സമയം തന്നെ 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ചിക്കൻ മാരിനേറ്റ് പിടിക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി തിരുമ്മി കുഴയ്ക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റും കൂടി മാറ്റി വെക്കാം മാരിനേഷൻ പിടിക്കാൻ. ഞാൻ ഈ കറിവേപ്പില ചേർക്കാൻ മറന്നു പോയതാണ്. ആദ്യമേ ചേർത്താലും മതി. അതോടൊപ്പം തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്തത്, അതാണ് അതിന് ചൂടുള്ളത്. അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അത് നല്ലപോലെ ഇളക്കിയിട്ട് അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മളുടെ ചിക്കൻ ഇനി ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിലേക്ക് നമ്മളുടെ ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുക്കുക. ഇതൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കനിലൊക്കെ നല്ലതുപോലെ ഒന്ന് മസാല പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ തിരിച്ചിടണം. ചിക്കൻ നമ്മൾ എപ്പോൾ ചിക്കൻ പൊരിച്ചാലും ഇട്ട വഴിക്ക് തന്നെ അത് തിരിച്ചിടരുത്. അപ്പോൾ അതിൻ്റെ മസാലയെല്ലാം എണ്ണയിലേക്ക് ഇറങ്ങിപ്പോകും. ഒരു സൈഡ് ഒരു 5 മിനിറ്റ്, ഒരു 6-7 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ തിരിച്ചിടാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതൊരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിടാണ്. എന്നിട്ട് ചിക്കൻ ഒന്ന് നല്ലപോലെ കുക്ക് ചെയ്യാനായിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്നും കൂടി കുക്ക് ചെയ്ത് നല്ലപോലെ ചിക്കൻ ഒന്ന് എല്ലാ ഭാഗങ്ങളും മുരിയിച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് മുരിയിച്ചെടുക്കരുത്, എന്നാലും നല്ലതുപോലെ വെന്തൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ നിന്ന് കോരുകയാണ്. ഇത് നമ്മൾ എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, ഷാലോ ഫ്രൈ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ എണ്ണയിലേക്കാണ് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. രണ്ടും ഓരോ ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അതും നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ മസാലയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഈ സവാള വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഈ സവാള നല്ലൊരു ബ്രൗൺ കളർ ആകും വരെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ സവാള ഈ ഒരു ബ്രൗൺ കളറാകും വരെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യമേ കുതിർത്ത വറ്റൽമുളക് നല്ലതുപോലെ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ മുളകും സവാളയും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് മുളകൊക്കെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന ചിക്കനും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചിക്കനും ഈ സവാളയുടെ കൂട്ടും എല്ലാം കൂടി നല്ലതുപോലെ മിക്സായി ചിക്കൻ്റെ പുറത്ത് ശരിക്കും ഈ ഒരു മസാല കോട്ടാവുന്നത് പോലെ കണ്ടില്ല, ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യമേ നമ്മൾ തേങ്ങാപ്പാൽ ഇട്ട് വെച്ചിരുന്ന കറിവേപ്പിലയും ആ തേങ്ങാപ്പാലും എല്ലാം കൂടി ഒഴിക്കുക. കുറച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് ജസ്റ്റ് അതിലേക്കൊന്ന് പിടിച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള തേങ്ങാപ്പാലും പിന്നെ അതുപോലെ ആ കറിവേപ്പിലയും മൊത്തത്തിലേക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഈ ചിക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തക്കാളി ഒന്നും ഇതിൽ ചേർക്കണില്ല. പക്ഷെ എന്നാലും ആ വാളംപുളിയും അതുമാതിരി വറ്റൽമുളകും ഒക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ ഈ അവസാനം ഈ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ആ തേങ്ങാപ്പാലിൻ്റെ. അതുമാതിരി നല്ല കറിവേപ്പിലയുടെയും ഫ്ലേവർ ഉണ്ടാവും നമ്മളുടെ ചിക്കന്. അപ്പോൾ സാധാരണ നമ്മൾ ചിക്കൻ റോസ്റ്റ് കഴിക്കുന്നതിനേലും എല്ലാം നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ റോസ്റ്റ് കഴിക്കാനായിട്ട്.
കണ്ടില്ലേ, ഇപ്പോൾ ദാ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്ന് തീ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ദാ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് ഇനി ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ കുറച്ചധികം ചേരുവകളുണ്ടെന്ന് കരുതിയാലും എല്ലാം എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചേരുവകളാണ്. അതുപോലെ തന്നെ അധികം പാടൊന്നുമില്ല തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ അറിയിക്കണം. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.